ക്ലാസ്സുകാരനെ കെട്ടിത്തൂക്കി മർദ്ദിക്കാൻ ശ്രമം. 500 രൂപ മോഷ്ടിച്ചെന്നാരോപിച്ചാണ് കുട്ടിയെ കെട്ടിത്തൂക്കി മർദ്ദിക്കാൻ ശ്രമിച്ചത്. സംഭവത്തിൽ സ്ഥാപനത്തിലെ വാർഡനെയും കുക്കിനെയും പുനലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുട്ടികൾ താമസിച്ച് പഠിക്കുന്ന സ്ഥാപനമാണ് ലിവിംഗ് വാട്ടർ. സ്കൂൾ അവധി കഴിഞ്ഞ് തിരികെ സ്ഥാപനത്തിലേക്ക് പോകാൻ കുട്ടി വിസമ്മതം പ്രകടിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പണം മോഷ്ടിച്ചെന്ന ആരോപണം ഉയർന്നത്. സ്ഥാപനത്തിലെ 500 രൂപ കാണാതായെന്നും അത് മോഷ്ടിച്ചത് കുട്ടിയാണെന്നും ആരോപിച്ചായിരുന്നു വാർഡനും കുക്കും ചേർന്ന് ക്രൂരത കാട്ടിയത്. താൻ മോഷണം നടത്തിയിട്ടില്ലെന്ന് കുട്ടി ആവർത്തിച്ചു പറഞ്ഞിട്ടും അത് കേൾക്കാൻ ഇവർ തയ്യാറായില്ല. കുട്ടിയെ കെട്ടിത്തൂക്കി മർദ്ദിക്കാൻ ശ്രമിച്ചതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായുള്ള വയനാട് ടൗൺഷിപ്പിൽ 17 വീടുകൾ കൂടി ഇന്ന് ഗുണഭോക്താക്കൾക്ക് കൈമാറും. 2 ക്ലസ്റ്ററുകളിലായാണ് ഇന്ന് വീടുകൾ നൽകുന്നത്. ഇതോടെ ടൗൺഷിപ്പിൽ ഇതുവരെ കൈമാറിയ വീടുകളുടെ എണ്ണം 43ആയി ഉയരും. ആദ്യഘട്ടത്തിൽ 26 വീടുകൾ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. ആദ്യഘട്ടത്തിൽ ഉൾപ്പെട്ട 178 വീടുകളിൽ നിർമ്മാണം പൂർത്തിയായവ 3 ഘട്ടങ്ങളിലായി കർശനമായ ഗുണനിലവാര പരിശോധനയ്ക്ക് വിധേയമാക്കിയാണ് കൈമാറുന്നത്. 102 വീടുകൾ ഇതിനോടകം 3ാം ഘട്ട പരിശോധനയ്ക്കായി തയ്യാറായിട്ടുണ്ട്. കുസാറ്റിൽ വീണ്ടും മരണം. വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. സൗത്ത് പുതുവൈപ്പ് കോമത്തുരുത്ത് സ്വദേശികളായ ഓട്ടോറിക്ഷ ഡ്രൈവർ സുദർശന്റെയും ഷൈജയുടെയും മകൾ KS ദർശനയാണ് മരിച്ചത്. 21 വയസ്സായിരുന്നു. സംഭവത്തിൽ വൈസ് ചാൻസലർ ഡോക്ടർ M ജുനൈദ് ബുഷിരി റിപ്പോർട്ട് തേടി. ചീഫ് സെക്യൂരിറ്റി ഓഫീസർ സിബിച്ചൻ ജോസഫിനാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. പരീക്ഷ ഉണ്ടായിരുന്നെങ്കിലും ദർശന പരീക്ഷ എഴുതാൻ എത്തിയിരുന്നില്ലെന്ന് അധ്യാപകർ അറിയിച്ചു. വോട്ടെണ്ണലിനുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും സജ്ജമെന്ന് DGP റവാഡ ചന്ദ്രശേഖർ. 25 ബാച്ച് കേന്ദ്രസേന വോട്ടെണ്ണലിന് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കും. മുൻകരുതൽ അറസ്റ്റുകളും ആരംഭിച്ചു. കണ്ണൂർ, പയ്യന്നൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പ്രത്യേക ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുമെന്നും DGP റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. വോട്ടെണ്ണൽ സുഗമമായി നടത്താൻ എല്ലാം സജ്ജമെന്നും DGP വ്യക്തമാക്കി. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം മറ്റന്നാൾ വരാനിരിക്കെ നെഞ്ചിരിപ്പോടെയാണ് മുന്നണികൾ കാത്തിരിക്കുന്നത്. സതീഷിനായി കൂറ്റൻ ഫ്ലക്സ് ബോർഡ്. തൊടുപുഴ പട്ടയം കവലയ്ക്ക് സമീപം ഇന്നലെ രാത്രിയാണ് ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടത്. പട നയിച്ചവൻ നാട് നയിക്കും എന്ന ഫ്ലക്സിൽ VD സതീഷിന്റെ പൂർണ്ണകായ ചിത്രത്തോടൊപ്പം നിലപാടിന്റെ രാജകുമാരന് അഭിവാദ്യം എന്ന വാചകവുമുണ്ട്. ടീം UDF തൊടുപുഴ എന്ന പേരിലാണ് ഫ്ലക്സ് സ്ഥാപിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് സതീഷിന് വേണ്ടി തൊടുപുഴയിൽ ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. നേരത്തെ സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ VD സതീഷിന് വേണ്ടി ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു.